നമസ്കാരം. ഇന്ന് പറയുന്നത് ഈ കാണുന്ന ഫോട്ടോയിൽ ചൊറിയണം, അതായത് കൊടിത്തൂവ എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അക്കാലത്ത് ധാരാളം പറമ്പുകളുണ്ടായിരുന്നു. ഇന്ന് എറണാകുളം ടൗണൊക്കെ ആകെ മാറിപ്പോയി. ഇന്ന് അത്തരം പറമ്പുകൾ തന്നെ അവിടെ കാണാനില്ല. പകരം ആ പറമ്പുകളിലൊക്കെ വലിയ വലിയ ഫ്ലാറ്റുകളൊക്കെ വന്നിരിക്കുകയാണ്. ചില സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഷോപ്പിംഗ് മാളുകളായി. അതുപോലെ തന്നെ മെട്രോ ട്രെയിൻ, അങ്ങനെ പല സംവിധാനങ്ങളും കടന്നു വന്നു. അപ്പോൾ ഒരു 1980-ലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ ഞാൻ ജനിച്ചു വളർന്ന എറണാകുളം നഗരം ഒരു വല്ലാത്ത അവസ്ഥയിലുള്ളതായിരുന്നു. എന്ന് വെച്ചാൽ ധാരാളം പച്ചപ്പുകൾ നിറഞ്ഞ പ്രദേശമായിരുന്നു. ഇന്ന് പച്ചപ്പെല്ലാം പോയി വലിയ വലിയ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ വന്ന് നിറഞ്ഞു. കാലത്തിൻ്റെ മാറ്റം. എങ്കിലും ചില നാട്ടുപ്രദേശങ്ങളിലൊക്കെ ഈ ചെടി കാണാൻ സാധ്യതയുണ്ട്. പണ്ട് കാലത്ത് നമ്മൾ പറമ്പിൽ ഓടിക്കളിക്കുമ്പോഴും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒളിച്ച് കളിക്കുമ്പോഴൊക്കെ നമ്മുടെ മേത്ത് അറിയാതെ മുട്ടുകയും പിന്നെ ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്നൊരവസ്ഥയും ഉണ്ടായ ഒരു കാലമുണ്ട്. അന്ന് ദേഷ്യം വന്ന് ഈ ചൊറിച്ചിൽ തന്ന ആ ചെടിയെ ചവിട്ടിക്കൂട്ടുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വളർന്ന് ഒരുപാട് കടന്നു വന്ന് നമ്മൾ പല കാര്യങ്ങളും പഠിച്ച് വന്നപ്പോൾ അന്ന് ദേഷ്യത്തോടു കൂടി ചവിട്ടിക്കൂട്ടിയ ആ കൊടിത്തൂവ എന്ന് പറയുന്ന ചെടിക്ക് നമ്മൾ ചവിട്ടിക്കൂട്ടുന്ന കാലിന് വിട്ടുമാറാത്ത വേദന വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ കുത്തിനുറുങ്ങുന്ന വേദനകൾ വന്നാൽ അത് മാറ്റാനുള്ള കഴിവ് ഈ ചെടിയുടെ വേരിനുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാനൊരു ആരോഗ്യപരമായ വിഷയം അല്ലെങ്കിൽ ആയുർവേദപരമായ വിഷയം സംസാരിക്കുകയല്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ ഇതുപോലെ പല കാര്യങ്ങളും കാണുമ്പോൾ അരിശം തോന്നുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായി ഒരു പഠനം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞാനിതുകൊണ്ട് ഉദാഹരണമായി പറഞ്ഞത്. അപ്പോൾ അന്ന് ചവിട്ടിക്കൂട്ടിയ ആ ഒരു കൊടിത്തൂവ എന്ന് പറയുന്ന ചെടിയോടുള്ള അമർഷം നമ്മൾ വളർന്ന് കുറേ അറിവുകൾ നേടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ വേര് എടുത്ത് കഷായം വെച്ച് കഴിച്ചാൽ ശരീരത്തിലുണ്ടാകുന്ന വേദനകൾ മാറുമെന്നും അതുപോലെ തന്നെ പല തരത്തിലുള്ള ഔഷധ ഗുണങ്ങൾ ഇതിനുണ്ടെന്നും ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് തോരനുണ്ടാക്കുന്ന ആളുകൾ വരെയുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ തൊലിപ്പുറത്തുനിന്ന് തട്ടിയാൽ തണർത്ത് ചൊറിച്ചിൽ നിൽക്കാൻ പറ്റാത്ത ഈ സാധനം വായിലൂടെ കഴിക്കാൻ പറ്റുന്നൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം എന്നതുപോലെയാണ് ഇൽമ് എന്ന് പറയുന്നത്. നമ്മൾ കാണുമ്പോൾ അത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാം. എങ്കിൽ അതിനെ അറിയാൻ ശ്രമിച്ചാൽ അത് മധുരമായി മാറുന്നതും അങ്ങനെയാണ്. പക്ഷെ ഇന്നുള്ള ആളുകൾക്ക് എല്ലാ വിഷയങ്ങളും വേഗത്തിൽ കാണുമ്പോൾ വേഗത്തിൽ പ്രതികരിക്കുന്നൊരു സ്വഭാവമാണുള്ളത്. യഥാർത്ഥത്തിൽ കേൾക്കുന്ന വിഷയം എത്രത്തോളം സത്യമാണ് എന്ന് ചിന്തിക്കാതെ എത്രയും പെട്ടെന്ന് അതിനൊരു മറുപടി കൊടുക്കാനായിട്ട് വെമ്പൽ കൊള്ളുന്ന ആളുകളെയാണ് നമുക്ക് ഇതുവരെയുള്ള ഓരോ വീഡിയോസുകൾ ഇടുമ്പോഴും അധികം ആരും കമൻറ്റുകളൊന്നും ഇടാറില്ല. ഓരോ ഉദ്ദേശങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകുമായിരിക്കും. എങ്കിൽ ചിലർ അങ്ങനെ കമൻ്റ് ഇടാറുണ്ട്. 1-2 ആളുകൾ മാത്രം. അതൊന്നുമില്ലെങ്കിൽ മുജാഹിദുകാരായിരിക്കും. ഞാൻ സൂഫിസത്തെക്കുറിച്ച് പറയുന്നത് കൊണ്ടിട്ട് അത്തരം വിഷയങ്ങളെ അവർ വെറുക്കുന്നു, അതുകൊണ്ട് അവരതിനെ എതിർക്കുന്നു. അപ്പോൾ ഈ കൊടിത്തൂവ കണ്ട പോലെയാണ് അവരുടെ അവസ്ഥ. അവർക്ക് ചൊറിഞ്ഞിട്ട് നിൽക്കാൻ വയ്യ. പക്ഷെ അവർ ചൊറിഞ്ഞു വല്ലാത്തൊരവസ്ഥയിലാകുമ്പോൾ അത് സുഖം പ്രാപിക്കണമെങ്കിൽ ഈ കൂട്ടർ തന്നെ വേണ്ടി വരും എന്നുള്ളത് മറ്റൊരു സത്യമാണ്. എങ്കിലും അവരുടെ അഹങ്കാരം കൊണ്ട് ഫറോവയെ പോലെ അവർ നശിക്കുക എന്നല്ലാതെ അവർ സുഖം പ്രാപിക്കുന്ന അവസ്ഥയിലേക്ക് എന്തായാലും എത്തില്ല.
എങ്കിലും ചില ആളുകളൊക്കെ ഒരുപക്ഷെ പെട്ടെന്ന് അതിൽ അകപ്പെടുകയും പിന്നീട് കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചു വന്നിട്ടുള്ളവരുമുണ്ട്. അത്രയും ആളുകളെയും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവരും തിരിച്ചു വരണ്ട, ആ പ്രസ്ഥാനം അങ്ങനെ നിലകൊള്ളട്ടെ. എങ്കിലും പുതിയതായിട്ട് അതിൽ പെടാൻ പോകുന്ന ആളുകളൊക്കെ ഈ പറഞ്ഞ പോലെ കൊടിത്തുവയെ പോലെ ഈ സൂഫിസവും ഈ ദർഗയും ഒക്കെ കാണുമ്പോൾ നമുക്ക് ചൊറിച്ചിൽ തോന്നാം, സ്വാഭാവികമാണ്. എങ്കിൽ അതിൻ്റെ അകത്ത് വല്ല ഔഷധ ഗുണമുണ്ടോ എന്ന് ഒന്ന് നിങ്ങൾ അന്വേഷിച്ചറിയണം. എപ്പോഴും പുറമേ കാണുന്നതല്ല. ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഇല തൊട്ടാലാണ് നമുക്ക് ചൊറിച്ചിൽ, വേര് തൊട്ടാൽ ചൊറിയില്ല. അപ്പോൾ പുറമേ കാണുന്ന ആഡംബരമായ കലാപരമായ അല്ലെങ്കിൽ മറ്റിതര കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് അതിൻ്റെ അകത്തെ വേരിനെ നമ്മൾ പുച്ഛിക്കാൻ ശ്രമിക്കരുത്. കാരണം പുറമേ കാണുന്ന പച്ചപ്പട്ട് വിരിക്കലും അലങ്കാരങ്ങളും നേർച്ചകളും ഒക്കെ കണ്ടുകൊണ്ട് അതിൻ്റെ വേരിനെ നമ്മൾ കുറ്റം പറയണ്ട. വേരിൽ യാഥാർത്ഥ്യങ്ങളുണ്ട്. അപ്പോൾ വേരിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക. അല്ലാണ്ട് പുറമേ ഈ ഇല തൊട്ടാൽ ചൊറിയുന്നൊരവസ്ഥ വരും. പക്ഷേ വേരിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സുന്ദരമാണ്. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യത്തെക്കുറിച്ചും കുറ്റം പറയുന്നതിന് മുമ്പ് നല്ലപോലെ ആലോചിക്കുക. പിന്നെ ഖേദിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ആദ്യം ഒരു വിഷയം കേൾക്കുമ്പോൾ അതെന്താണെന്ന് പഠിക്കാനുള്ളൊരു മനസ്സ് ഉണ്ടാക്കി അതിനെക്കുറിച്ച് വ്യക്തമായി ഒരു അന്വേഷണം നടത്തി. നിങ്ങൾക്കിപ്പോൾ ഒരാൾ വന്നിട്ട് പറയുകയാണ്, മോനെ ഇത് ഇത്രയും കാലം നീ ചെയ്തതൊക്കെ തെറ്റാണ്, ഈ ദർഗയിൽ പോകലും ഇങ്ങനെയുള്ള കാര്യമൊക്കെ തെറ്റാണ്, അവിടെ നടക്കുന്നതൊക്കെ ശിർക്കല്ലേ, പുറമേയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അയാൾ ബോധ്യപ്പെടുത്തുമ്പോൾ ഒരു പക്ഷേ അവനിക്ക് സ്വാഭാവികമായിട്ടും തെറ്റിദ്ധാരണകൾ വരാം. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ അത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഒരു വർഷം നിങ്ങൾ മാറ്റിവെക്കൂ, അല്ലെങ്കിൽ ഒരു അരവർഷം മാറ്റിവെക്കൂ. എന്നിട്ട് നിങ്ങൾ രഹസ്യമായിട്ട്, ആരെയും പിൻപറ്റിയൊന്നും വേണ്ട, രഹസ്യമായിട്ട് ആ പുറമേ കാണുന്ന കാഴ്ചകളെല്ലാം മാറ്റിയിട്ട് അകത്ത് കിടക്കുന്ന ആൾ അതെന്തായിരുന്നു, എവിടെയായിരുന്നു അയാൾ ജനിച്ചത്, എങ്ങനെയായിരുന്നു അയാളുടെ ജീവിതം, എന്തായിരുന്നു അയാളുടെ ഉദ്ദേശം, എങ്ങനെയാണ് അദ്ദേഹം മരണപ്പെട്ടത്, അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ എന്തെല്ലാം സംസാരിച്ചു. ഇവിടെ അദ്ദേഹത്തിനെക്കുറിച്ച് പുകഴ്ത്തി പറയുന്ന ആളുകൾ പറയുന്നതും കേൾക്കണ്ട. എങ്കിലും അതിൻ്റെ ഒറിജിനൽ, അദ്ദേഹം ജനിച്ചു വളർന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുതലേ കണ്ടുവന്ന പ്രായം ചെന്നവരും അല്ലാത്തവരും ഒക്കെ ഉണ്ടാവും. അതിൽ അത്യാവശ്യം നമുക്ക് അറിയേണ്ട ആളുകളെ കണ്ടുകൊണ്ട് അറിയാൻ ശ്രമിക്കുകയും എന്നിട്ട് കുറ്റം പറയാൻ തോന്നുന്നെങ്കിൽ കുറ്റം പറഞ്ഞ് നടക്കുകയും ചെയ്യുക. എന്തായാലും കുറ്റം പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും അവസാനമാണല്ലോ ഇതിൻ്റെ എല്ലാം യാഥാർത്ഥ്യം എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയുന്നത്. കാരണം നമുക്കെല്ലാവർക്കും മരണമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും ഭയപ്പെടുന്നത് ഈ മരണാനന്തര ശേഷമുള്ള ശിക്ഷയെക്കുറിച്ചും പിന്നെ ഒരു സ്വർഗവും നരകവും തമ്മിലുള്ള മത്സരമൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നാൽ ശരിയാകുമോ അവിടെ നിന്നാൽ ശരിയാകുമോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ആയിട്ട് എവിടെ നിന്നും നമ്മൾ പിഴച്ചു പോകാനുള്ളൊരു കാരണമായി തീരരുത്. ഒന്നല്ലെങ്കിൽ ഒന്നിലും പങ്കുകൊള്ളാതെ റബ്ബിനെ ആശ്രയിച്ച് ഇബാദത്തുകൾ ചെയ്ത് അങ്ങനെ പോവുക. അല്ലെങ്കിൽ മറ്റിതര വിഷയങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റണമെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായി പഠനം നടത്തിയിട്ട് മാത്രം നിങ്ങൾ ഇറങ്ങുക. അല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ സമാധാനം പറയേണ്ടി വരും. ഇവിടെ മുജാഹിദ് ശരിയല്ലാന്നോ, ജമാഅത്ത് ഇസ്ലാമി ശരിയല്ലാന്നോ, തബ്ലീഗ് ശരിയല്ലാന്നോ, സുന്നി ശരിയല്ലാന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഏത് പ്രസ്ഥാനത്തെക്കുറിച്ചും വ്യക്തമായി അന്വേഷിച്ചിട്ട് അവർ നമ്മളെ നയിക്കുന്നത് എങ്ങോട്ടാണ്, അവരുടെ ഉദ്ദേശം എന്താണ്, അവർ പണത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ കഥ. ഇപ്പോൾ ഒരു സിനിമാ തിയേറ്ററിൽ പോയാൽ നമുക്കൊരു സിനിമ കാണുമ്പോൾ നമുക്ക് കാശ് കൊടുക്കണം. ആ കാശ് കൊടുക്കുന്നതിന് ഒരു സിനിമ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വശം നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കുമ്പോൾ എന്താണ് നമുക്ക് കൊടുക്കുക? പണമല്ല, മറിച്ച് നമ്മുടെ ജീവിതം തന്നെ കൊടുക്കുകയാണ്. ഇതാണ് നിസ്കാരത്തിലും പറയുന്നത്, എൻ്റെ ജീവിതവും മരണവും ദൈവത്തിന് സമർപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മക്ബറയെ സ്നേഹിക്കുന്നവരും അതുപോലെ തന്നെ എല്ലാ അവസ്ഥകളിലുള്ളവരും ഒക്കെ ഇബാദത്ത് ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഏത് മക്കാമിൻ്റെ മുമ്പിൽ പോയി നിന്നാലും ഒരു വിശ്വാസി, ഒരു യഥാർത്ഥ വിശ്വാസി അവിടെ കിടക്കുന്ന ആൾക്ക് കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. അവിടെ കിടക്കുന്ന ആൾക്ക് ആ കഴിവ് കൊടുത്തത് റബ്ബാണെന്നുള്ള വിശ്വാസത്തിൽ. അപ്പോൾ റബ്ബ് ആ വ്യക്തിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ ആ വ്യക്തിയിലൂടെ റബ്ബിൻ്റെ അനുഗ്രഹം ഉണ്ടായത്.
അപ്പോൾ അതുകൊണ്ട് അവരുടെ അരികിൽ നിന്നാൽ നമ്മൾ വിളിക്കുന്ന വിളിക്ക് റബ്ബ് വേഗം ഉത്തരം തരും എന്നുള്ളൊരു വിശ്വാസമാണ് ഇപ്പം എന്നെ പോലെയുള്ളവർക്കുള്ളത്. അപ്പോൾ ആ കണക്ഷനുള്ള സ്ഥലത്ത് നമ്മൾ പോയി നിന്നാൽ നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കും. അതാണ് ഉദ്ദേശം. അല്ലാണ്ട് അവർ ശരിയാക്കി തരുമെന്നല്ല. ഇവിടെ നമ്മൾ ആ വ്യക്തിയെ വല്ലാതെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തി നമുക്ക് സമ്മാനിച്ചതിനെ ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ആ വ്യക്തിയിലൂടെ വന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ്. അപ്പോൾ റസൂലിനെ നമ്മൾ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? റസൂൽ ഒരു സാധാരണ മനുഷ്യനായിരുന്നല്ലോ. അപ്പോൾ റസൂലിലേക്ക് ഒരു വഹി വന്നിറങ്ങി, റസൂൽ ഓരോ പ്രവചനങ്ങൾ നടത്തി, ഓരോരോ അത്ഭുതങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത് കൊണ്ടാണ് ഇന്ന് റസൂലിനെ എല്ലാവരും സ്നേഹിക്കുന്നത്. അത് റസൂലിൻ്റെ കഴിവല്ല, അള്ളാഹുവിൻ്റെ കുദ്റത്ത് റസൂലിൽ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അള്ളാഹിനെയല്ല റസൂലിനെയാണ് സ്നേഹിക്കുന്നത്. അത് അള്ളാഹിനെ സ്നേഹിക്കുന്നതിന് തുല്യമാണ്. ഇത് തന്നെയാണ് സൂഫി വര്യന്മാരെയും സ്നേഹിക്കുന്നത്. അള്ളാഹു ഇഷ്ടപ്പെട്ട അവൻ്റെ ദാസന്മാരെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് ആ വ്യക്തിയോടുള്ള ആരാധനയല്ല, ആ വ്യക്തിയിൽ അള്ളാഹു കൊടുത്ത അനുഗ്രഹത്തെ നമ്മൾ ആരാധിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് വ്യക്തിയല്ല. പക്ഷെ പല പണ്ഡിതന്മാരും ഈ പ്രസംഗം നടത്തുമ്പോൾ അവർ സംസാരിക്കുന്ന അവരുടെ പുകഴ്ത്തലിൽ വരുന്ന ചില മിസ്റ്റേക്കുകൾ കൊണ്ടാണ് മറ്റു പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് വ്യക്തമായി എന്താണ് ഒരു സൂഫിയുടെ ലക്ഷ്യം, അല്ലെങ്കിൽ ഒരു സൂഫിയുടെ ദർഗയിൽ പോകുന്ന ഒരു യഥാർത്ഥ വ്യക്തിയുടെ ഉദ്ദേശം. നമ്മൾ കാണുമ്പോൾ പലരും രോഗം മാറ്റാൻ വരുന്നു, പ്രശ്നങ്ങൾ പറയാൻ വരുന്നു, കുട്ടികളില്ല എന്ന് പറയാൻ വരുന്നു, അങ്ങനെ പലരും വന്നു പോകുന്നവരുണ്ട്. അതിൽ ചിലർക്ക് ഉത്തരം കിട്ടും, ചിലർക്ക് ഉത്തരം കിട്ടില്ല. ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നാൽ കാണാം, ഇപ്പോൾ LC ഹോസ്പിറ്റലൊക്കെ ചെന്ന് നോക്കി അവിടെ ബൈബിൾ വെച്ചേക്കണം കാണാം. അപ്പം ഞാൻ ചോദിക്കുന്നതിന് അവിടെ എന്തിനാണ് ബൈബിള്? നമ്മൾ പൈസ കൊടുത്ത് ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്ന് അവിടെ കൊടുക്കുമ്പോൾ ആ രോഗിയുടെ രോഗം മാറ്റിത്തരാൻ ഉത്തരവാദിത്തപ്പെട്ടവരല്ലേ ഡോക്ടർമാർ. പക്ഷേ ആ ഡോക്ടർമാർ വല്ലാത്തൊരു സിറ്റുവേഷനിലേക്കാകുമ്പോൾ അവർ പറയും കുറച്ച് നേരം അവിടെ പോയി നിന്ന് ബൈബിൾ വായിക്കും, ഇനി ദൈവത്തിൻ്റെ കഴിയിലാണ് എല്ലാം. അപ്പോൾ അതുവരെ നമ്മുടെ സാമ്പത്തികപരമായ വിഷയത്തിലായിരുന്നു എങ്കിൽ അവസാനം ആ ഡോക്ടർ പറയുന്നു സമ്പത്തും അവിടെ തോറ്റിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിനോട് ചോദിക്കുന്നു. അപ്പോൾ ആ ദൈവത്തിനോട് ചോദിക്കാൻ ദൈവം എപ്പോഴും രഹസ്യമാണ്, നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ വലിയ മനസ്സുള്ളവനിക്കാണ് അതൊക്കെ കണ്ട് ബോധ്യപ്പെട്ട് ആ മനസ്സോടുകൂടി ഇരിക്കാൻ പറ്റുള്ളൂ. എങ്കിലും ചെറിയ നിസാരമായ മനസ്സിൻ്റെ ഉടമകൾക്ക് എവിടെയെങ്കിലും ഒന്ന് പോയി നിന്നെങ്കിൽ മാത്രമേ ഒരു സ്വസ്ഥത കിട്ടുകയുള്ളൂ. ഒരു പക്ഷേ ബൈബിളിൻ്റെ മുമ്പിലാവാം, അല്ലെങ്കിൽ കർത്താവിൻ്റെ രൂപത്തിന് മുന്നിലാവാം, അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ദർഗകളിലാവാം, ചിലർക്ക് അമ്പലങ്ങളാവാം. അങ്ങനെ ഓരോരുത്തരും അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന കാരണം ഒരു സമാധാനം. നമ്മളുടെ മുമ്പിൽ നമുക്കൊരു ടെൻഷൻ വരുമ്പോൾ നമ്മുടെ അടുത്തൊരാളിൽ നിന്ന് നമ്മൾ ആശ്വസിപ്പിക്കുമ്പോൾ നമുക്കത്, രണ്ട് ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ വെറുതെ നമ്മൾ ആശ്വസിപ്പിച്ചാൽ നമുക്ക് ആശ്വാസം കിട്ടില്ല. അപ്പോൾ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് വന്ന് നീ എല്ലാം ശരിയാകും എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ധൈര്യം നമുക്കുണ്ടാകും, നമ്മുടെ അടുത്തൊരാളിൽ നിന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം എന്നതുപോലെ ചില വിഷയങ്ങൾ പറയാൻ പറ്റാത്തതും ചില വിഷയങ്ങൾക്ക് ഉത്തരം കിട്ടാത്തതുമാകുമ്പോൾ അവൻ്റെ മനസ്സ് പൊട്ടിത്തകർന്നു പോകാതിരിക്കാൻ അവൻ ചിലപ്പോൾ ഒരു പക്ഷേ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ വന്നു നിന്ന് അവനാൽ കഴിയുന്ന രൂപത്തിൽ, തന്നെയുമല്ല അവിടെ ഇത്തരം സ്ഥലങ്ങളിൽ വരുമ്പോൾ അവിടെയുള്ള ആളുകൾ പണം ഉണ്ടാക്കാൻ വേണ്ടി അവനെ കൊണ്ട് ഓരോ പ്രവൃത്തികളും ചെയ്യിപ്പിക്കും. കാരണം എന്തെങ്കിലും പ്രവൃത്തിയൊക്കെ കാണിച്ചാലുള്ള കാശ് വാങ്ങാൻ പറ്റുള്ളൂ. ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഒന്ന് നിന്നാൽ മതി, മൗനമായിട്ടൊന്ന് നിൽക്കാനുള്ള ഒരു മനസ്സുണ്ടായി. പക്ഷെ അതിന് പല സ്ഥലത്തും അനുവദിക്കാറില്ല. കാരണം അങ്ങനെയൊക്കെ നിൽക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്താൽ അവരുടെ പള്ളിക്കുറ്റിയിൽ കാശ് വീഴില്ല. അപ്പോൾ കാശുണ്ടാക്കാനായിട്ട് എന്തെല്ലാം തന്ത്രങ്ങൾ മെനയാൻ പറ്റുമോ അതെല്ലാം ഈ കമ്മിറ്റിക്കാരുണ്ടാക്കി മൊത്തത്തിൽ ഇതിൽ ചെളിവാരിയിട്ടത് അവരാണ്, അല്ലാണ്ട് അതിൻ്റെ അടിയിൽ കിടക്കുന്നവരല്ല. കാരണം അവരൊക്കെ ഇതൊക്കെ ഉപേക്ഷിച്ച് പോയവരാണ്. ഇപ്പോൾ നമ്മൾ മടവൂരിനെ തന്നെ എടുത്ത് നോക്കിയാൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സാധാരണ ഒരു വീട്ടിൽ വന്ന് സ്വന്തം വീട് പോലും ഉപേക്ഷിച്ചുകൊണ്ടാണ് മടവൂർ സിയും വലിയ അവർകൾ ഈ പറയുന്ന മൂപ്പൻ്റെ വീട്ടിൽ വന്ന് കിടന്നത്. എല്ലാം ഉപേക്ഷിച്ച് വന്ന ഒരാളെയാണ് എല്ലാവരും സ്നേഹിച്ചത്. അപ്പോൾ ആ ഖബറിരിക്കുന്ന സ്ഥലം ഇന്ന് എന്തായി? വലിയ ഒരു മക്കാമായി മാറി, ധാരാളം ആളുകൾ വന്നു പോകുന്ന സ്ഥലമായി മാറി, ധാരാളം കച്ചവടക്കാരായി. അങ്ങനെ അവിടെ തന്നെ നമ്മൾ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ പിന്നെ ആ മക്കാമിൻ്റെ അവിടം വരെയും നേർച്ചപ്പെട്ടികളാണ്. അവിടം വരെയുണ്ട് നേർച്ചപ്പെട്ടി.
എവിടെ ചെന്നാലും ഈ കാശിടുന്ന പെട്ടി, ദൈവത്തിൻ്റെ എല്ലാ ആലയങ്ങളിലും ഈ കാശിടുന്ന പെട്ടിയുണ്ട്. ഈ കാശ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആവശ്യങ്ങളുണ്ട്. പള്ളി പുതുക്കി പണിയാനും അതുപോലെയുള്ള കാര്യങ്ങളും വരുന്നവർക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് പലതരം ആവശ്യങ്ങൾക്ക് വേണ്ടി അത് ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ അവിടെ തന്നെ ഉറൂസ് വരുമ്പോൾ തന്നെ എത്രയോ ആളുകൾക്കാണ് ഈ ചോറുണ്ടാക്കി കൊടുക്കുന്നത്. അതിന് ക്യൂ നിൽക്കുന്ന കാഴ്ചയും കാണാം. പക്ഷെ ഞാൻ ചിന്തിക്കാറുണ്ട്, ഒരുപാട് ആളുകൾക്ക് ആരും പട്ടിണിയല്ല. ഇന്നത്തെ കാലത്ത് പട്ടിണിക്കാരും നമ്മുടെ നാട്ടിലില്ല. കാരണം കുഴിമന്തി വരെ തിന്നുന്ന ആൾക്കാരാണ് ഉള്ളത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഓത്തുകുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ നേരത്ത്, അന്നൊക്കെ ഞാനൊക്കെ ഓത്തുകുട്ടികളായിട്ടിരിക്കുമ്പോൾ വാപ്പ ജീവിച്ചിരിക്കുമ്പോഴും നമുക്ക് ഒരു നല്ല ആഹാരം കിട്ടുക എന്ന് പറയുന്നത് വലിയ പാടായിരുന്നു. പക്ഷേ ഓത്തുള്ളി പറഞ്ഞ എത്തിയും കുട്ടികൾക്കുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ അത് തിന്നാൻ ഞാനും പോയിരുന്നുണ്ട്. പക്ഷേ ഞാൻ എത്തിയുമല്ലായിരുന്നു, എനിക്ക് വാപ്പയുണ്ട്. പക്ഷേ വീട്ടിലെ കാര്യം നോക്കാത്തൊരു വാപ്പയായിരുന്നു എന്ന് മാത്രം. അപ്പോൾ ആ ചോറ് നമ്മൾ നെയ്ച്ചോറൊക്കെ കൊണ്ടുവന്ന് തരുമ്പോൾ തിന്നുമ്പോൾ നമുക്ക്, കാരണം ഇതൊന്നും വീട്ടിൽ കിട്ടാറില്ല, അപ്പോൾ നമുക്കത് കിട്ടുമ്പോൾ വല്ലാത്തൊരു സന്തോഷത്തിൽ തിന്നുമ്പോൾ അതിനൊരു ഗുണം ആ തന്ന ആൾക്ക് കിട്ടും. പക്ഷേ ഇന്ന് ഓത്തുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് വന്നിട്ട് ഈ ചോറ് കൊടുക്കുമ്പോൾ അവർ കഴിച്ച ചോറിൻ്റെ അത്രയും ഗുണം ചിലപ്പോൾ ഈ ചോറിനുണ്ടെന്ന് അവർക്ക് തന്നെ തോന്നിപ്പോകുന്നൊരവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ ആലോചിക്കും, ഇത്രയൊക്കെ ചെമ്പ് വെച്ചിട്ട് ചോറ് വിളമ്പി കുറേ ആളുകൾക്ക് കൊടുക്കുന്നതിലും നല്ലത് കിട്ടുന്ന പണം അത്രയും ബിരിയാണി വെക്കാനുണ്ടാക്കിയ കാശ് ഒരു 3 പേർക്കോ 4 പേർക്കോ വർഷാവർഷം അവിടെയുള്ള ഏതെങ്കിലും വളരെയധികം പ്രയാസപ്പെടുന്ന ഏതെങ്കിലും ഒരു കുടുംബത്തിനെ സഹായിക്കാൻ ഉപയോഗിച്ചാൽ, അതിന് ആളുകൾക്ക് തർക്കമാണെങ്കിൽ അവരുടെ എല്ലാം പേരെഴുതിയിട്ടിട്ട് നറുക്കിട്ടുകൊണ്ട് അങ്ങനെ ചെയ്യാമല്ലോ. അപ്പോൾ തർക്കമില്ലല്ലോ. നറുക്കിട്ട് ആ പേര് ആർക്ക് വീഴുന്നു അവർക്ക് അത് കൊടുക്കുക. അങ്ങനെ ഓരോ കുടുംബങ്ങളും രക്ഷപ്പെടും. ഇത് ഒരു കുടുംബവും രക്ഷപ്പെടുന്നില്ല, ഒരാളും രക്ഷപ്പെടുന്നില്ല. എല്ലാവരും ഇങ്ങനെ അനുഭവിക്കുന്നു. വർഷാവർഷം പോയി അവിടെ നിൽക്കുന്നു, ചോറ് വാങ്ങിക്കൊണ്ടിരുന്നു, ചോറ് തിന്നുന്നു, അത് പോകുന്നു. അങ്ങനെ കഷ്ടപ്പെട്ടുള്ള ജീവിതമല്ലാതെ സന്തോഷമുള്ളൊരു ജീവിതം ഒരാൾക്കും അനുഭവിച്ചു പോകാൻ കഴിയില്ല എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ എല്ലാ ദർഗകളിലും എല്ലാവരും ഓടിയെത്തുന്നത് സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ നടൻ ദിലീപ് പോലും അദ്ദേഹത്തിനുണ്ടായ പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹവും സമാധാനത്തിന് വേണ്ടി അമ്പലങ്ങളും ക്രിസ്ത്യൻ ദേവാലയത്തിലും ഒക്കെ പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ സമാധാനമില്ലാണ്ടാകുമ്പോഴാണ് എല്ലാവരും ഓടിയെത്തുന്നത് ഇത്തരം സ്ഥലങ്ങളിൽ. അപ്പോൾ ഈ സമാധാനക്കേട് എവിടെ നിന്നുണ്ടായി? ഇപ്പോൾ ഈ പറയുന്ന ഞാൻ പോലും. അപ്പോൾ നമ്മൾ ആദ്യമേ ഇത് പിടിച്ചില്ല, പ്രശ്നം വന്നപ്പോഴാണ് ഇത് പിടിക്കാൻ തയ്യാറായത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ പിടിച്ചിരുന്നെങ്കിൽ നമ്മൾക്ക് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാമായിരുന്നു. 2 തരം പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ഭൗതികമായ ആഗ്രഹങ്ങൾ കൊണ്ടുള്ള പ്രശ്നം, ഒന്ന് ആത്മീയപരമായ ജീവിതം കൊണ്ടുള്ള പ്രശ്നം. പക്ഷെ ആത്മീയ ജീവിതം എന്ന് പറയുമ്പോൾ അവിടെ നമുക്കൊരു ലക്ഷ്യമുണ്ട്. കാരണം ദൈവത്തിലേക്ക് അടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഒന്നും നമുക്ക് സംതൃപ്തി തരില്ല, അതെല്ലാം വേസ്റ്റായിട്ടേ തോന്നുള്ളൂ. പക്ഷെ ഭൂമിയിലെ കാര്യങ്ങൾ കൊതിച്ചുകൊണ്ട് നടക്കുന്നവനിക്ക് അത് നഷ്ടപ്പെടുമ്പോൾ വേദന അനുഭവപ്പെടുകയും ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. എനിക്ക് നല്ലൊരു വീട് വേണം, എനിക്ക് നല്ല മക്കൾ വേണം, എനിക്ക് നല്ല കുടുംബം വേണം, അങ്ങനെ പല കാര്യങ്ങളും പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷെ അതൊക്കെ ഉപേക്ഷിച്ച് പോകാനുള്ളവരാണ് ഇവരൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് അധികം വലിച്ചു നീട്ടുന്നില്ല. നമ്മൾ കാണുന്ന ഓരോ വസ്തുക്കളുടെയും ഉള്ളിൽ പുറമേ കാണുന്ന ചാബല്യങ്ങളെക്കാൾ അപ്പുറത്ത് അകത്ത് വല്ല ഗുണമുണ്ടോ എന്ന് പരിശോധിക്കാൻ ഓരോരുത്തരും തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ആരെയും കുറ്റം പറയാം, ആരെയും പരിഹസിക്കാം. ഇപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതലുള്ള ജീവിതം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അന്നത്തെ കഥ വെച്ച് നോക്കിയാൽ ഇന്ന് റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം ചെയ്ത പ്രവൃത്തി എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. ഇവിടെ ഏതെങ്കിലും ഒരു കള്ളുകൂടിയൻ പിറ്റേ ദിവസം കള്ളുകൂടി നിർത്തി അവൻ നിസ്കാരം തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ പണ്ട് കള്ളുകൂടിയനായിരുന്നു എന്നും പറഞ്ഞ് അവനെ പരിഹസിക്കുന്നവരാണ്. ഈ ആൾക്കാർ തന്നെയാണ് ഉമറിൻ്റെ പേര് വെക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാലത്ത് അവരെന്തൊക്കെയോ ആയിരുന്നെങ്കിലും പിന്നീട് അവർ നന്നാകുമ്പോൾ ആ നല്ലതിനെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ ഈഗോ അതിന് സമ്മതിക്കില്ല. ഞാനെന്ന് പറയുന്ന അഹങ്കാരം അതിന് സമ്മതിക്കില്ല. ഞാനാണ് ഏറ്റവും വലുത്, എൻ്റെ അറിവാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിച്ച് പോകുന്നവനിക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. അവന് മരിക്കുന്നത് വരെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് അറിവില്ലാത്ത സാധാരണക്കാരായ ഓരോ വ്യക്തികളും ഇതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചറിഞ്ഞിട്ട് നിങ്ങൾ ഏത് മുജാഹിദിലേക്കോ ജമാഅത്ത് ഇസ്ലാമിയിലേക്കോ സുന്നിയിലേക്കോ എങ്ങോട്ട് വേണമെങ്കിലും ചാടിക്കോ, പഠിക്കാതെ ചാടരുത്. പ്രസംഗം കേൾക്കുമ്പോൾ നമ്മുടെ മേലൊക്കെ കോരിത്തരിക്കും. അത് ഈ ചൊറിയണം പോലെയാണ്, മുട്ടിയാലപ്പം തന്നെ ചൊറിയും. പക്ഷേ ആ കോരിത്തരിപ്പ് മാറാനായിട്ട് പിന്നീട് വരുന്ന കുറേ നമ്മുടെ ജീവിതത്തിൻ്റെ ക്ലൈമാക്സ് ഉണ്ട്. അവിടെയാണ് ഈ വേരിൻ്റെ ഗുണം അറിയാൻ പറ്റുള്ളൂ.
അതുകൊണ്ട് നമ്മൾ പുറമേ കാണുന്ന ഇലകളെ നോക്കിയിട്ട് വിലയിരുത്താതെ അതിനടിയിലുള്ള വേരിനെ കണ്ട് നമ്മൾ വിലയിരുത്താൻ പഠിക്കുക. എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാനൊരിക്കൽ ഒരു കഥ പറഞ്ഞു കൊടുത്തു. കഥ എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമാണ് കേട്ടോ, നടന്നൊരു സംഭവമാണ്. ഒരു വലിയൊരു ആചാരി, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വലിയൊരു പ്ലാവ് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ആ പ്ലാവിനെ നോക്കി ഇങ്ങനെ ഇരിപ്പാണ് എപ്പോഴും. കാരണം അതിൻ്റെ തടിയാണ് പുള്ളി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ തടി വണ്ണം വെച്ച് വരുന്നത് കാണുമ്പോൾ പുള്ളിക്ക് വലിയ സന്തോഷമാണ്. കാരണം ഇത് കൊടുത്താൽ എത്ര കാശ് കിട്ടുമെന്നാണ് പുള്ളി ചിന്തിക്കുന്നത്. ഭാര്യ വന്ന് നോക്കുന്നത് അതിലെ ചക്കയാണ്. കാരണം ചക്ക ഇട്ട് ആ ചക്ക തിന്നാനുള്ള കൊതിയുമായിട്ടാണ് ഭാര്യ നടക്കുന്നത്. അയൽവക്കക്കാർക്ക്, കുറേ വീട്ടുകാർക്കൊക്കെ ആടുകളുണ്ട്. അവർക്ക് ആ പ്ലാവ് വലിയൊരു അനുഗ്രഹമാണ്. കാരണം അതിലെ ഇല വന്ന് ചോദിച്ച് ഈ ആടുകൾക്ക് തിന്നാൻ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. പക്ഷേ ഈ വീട്ടിലൊരു കുട്ടി ഈ മരത്തിനെ നോക്കിയിട്ട് എപ്പോഴും ടെൻഷനാണ്. നല്ല കാറ്റും മഴയൊക്കെ വരുമ്പോൾ ടെൻഷനാണ്. കാരണം ഈ പ്ലാവ് കിടന്ന് ആടണ കാണുമ്പോൾ അത് മറിഞ്ഞ് പെരയുടെ മുകളിലേക്ക് വീഴുമോ എന്നുള്ള ചിന്തയാണ് കൊച്ചിന്. എന്തിനു പറയണം, പരസ്പരം തർക്കങ്ങൾക്കൊടുവിൽ ആ പ്ലാവ് മുറിച്ചു. കാരണം അയാൾ ആ പ്ലാവ് മുറിച്ച് അതിൻ്റെ തടി കൊടുത്ത് അയാൾക്ക് ഒരു 5000 രൂപയോളം കിട്ടി. അയൽവക്കക്കാർക്ക് നിരാശയായി. കാരണം ഇനി ഇല കിട്ടൂല ആടിന് കൊടുക്കാൻ. ഭാര്യയ്ക്ക് സങ്കടമായി. ചക്ക കിട്ടാനും വഴിയില്ല, അതും കലാശിച്ചു. കെട്ടിയവനെ പ്രാഗി. അപ്പോൾ കുട്ടി ഭയങ്കര ഹാപ്പിയായി. ഇനി കാറ്റും മഴയും വരുമ്പോൾ മനസ്സമാധാനത്തിൽ കിടന്നുറങ്ങാല്ല, പ്ലാവ് പോയല്ല. അപ്പോൾ കുട്ടിക്ക് അതിൽ നിന്ന് ചക്കയില്ല, അതുപോലെ തന്നെ ഇലയും ആഗ്രഹിച്ചില്ല, ഒന്നും ആഗ്രഹിച്ചില്ല. പക്ഷേ കാറ്റും മഴയും വരുമ്പോൾ പ്ലാവ് മറിഞ്ഞ് വീണ് പെര തകരൂലല്ലോ എന്നാണ് ആ കുട്ടി ചിന്തിച്ചത്. പക്ഷേ ഈ പ്ലാവ് മുറിച്ച് നീക്കിയ സ്ഥലത്ത് ഈ പ്ലാവിൻ്റെ വേര് അടിയിൽ കിടപ്പുണ്ട്. അത് മാത്രം എടുക്കാൻ പറ്റില്ല. കാരണം അത് എടുക്കണമെങ്കിൽ അതിൽ കൂടുതൽ കാശ് ചിലവാക്കേണ്ടി വരും. അപ്പോൾ അതുവഴി വന്ന ഒരാൾ, അയാൾ വന്നിട്ട് ഈ ആചാര്യോട് പേടിച്ച് ചോദിച്ചു, ആ വേര് ഞാൻ എടുത്തോട്ടെ? അപ്പോൾ അയാൾ ചോദിച്ചു, എന്തിനാണ്? അല്ല, ഞാൻ എടുത്തോട്ടെ. ആ, നീ എടുത്ത് കൊണ്ടുപോയിക്കോ, ആ സ്ഥലം ഒന്ന് വൃത്തിയായി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ വന്ന് കമ്പിയും പാരയൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ട് തോണ്ടി മാന്തി എടുക്കണ കാണുമ്പോൾ ഈ ആചാരം ആലോചിക്കും, ഇവനിക്ക് എന്തിൻ്റെ ഭ്രാന്താണ്, കത്തിക്കാനായിരിക്കും, ഇവനിട്ട് കഷ്ടപ്പെട്ട് ഇതൊക്കെ എന്തായാലും എൻ്റെ പറമ്പ് നന്നായി കിട്ടുമല്ല, കൊണ്ടോട്ടെ. അങ്ങനെ ആ തടിവേര് ഇളക്കിയെടുത്ത് അയാളൊരു വാരവണ്ടി കൊണ്ടുവന്ന് അതിൽ കയറ്റി അതും കൊണ്ട് അയാൾ പോയി. കുറേ നാളുകൾക്ക് ശേഷം ഈ ആചാര്യ ഈ ആളുടെ വീടിൻ്റെ വഴി വന്നപ്പോൾ അയാൾ ഭയങ്കര സന്തോഷവാനായിട്ട് നിൽക്കുന്നു, കണ്ട് സംസാരിച്ചു. ആ വേര് നീ എന്ത് ചെയ്തടാ, കത്തിച്ചോ? വിറകൊക്കെ ആവശ്യത്തിന് കിട്ടിയല്ലേന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിറക് കത്തിക്കാൻ കൊണ്ടുവന്നതല്ല, അത് വേറൊരു കാര്യത്തിന് കൊണ്ടുവന്നു. എന്ത് കാര്യം? ആ, അകത്തോട്ട് വാന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നിട്ട് ആ വേര് കാണിച്ചു കൊടുത്തപ്പോൾ അയാൾ അത്ഭുതത്തോടെ നിന്നുപോയി. അയാൾ നോക്കുമ്പോൾ വളരെ മനോഹരമായ രീതിയിൽ അതിനെ വർക്ക് ചെയ്തു വച്ചിരിക്കുകയാണ്. ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു രൂപം, ഒരു മയിലിൻ്റെ രൂപമാണ് അതിന്. അപ്പോൾ അദ്ദേഹത്തിന് വലിയ കൊതിയായി. അദ്ദേഹം പറഞ്ഞു, എടാ ഇത് എനിക്ക് തന്നേക്ക്. എടാ നിനക്ക് ഞാൻ എത്ര കാശ് വേണമെങ്കിലും തരാം. അപ്പോൾ അയാൾ പറഞ്ഞു, ഇതിനിപ്പോൾ ഞാനിട്ടിരിക്കുന്ന വില 45,000 രൂപയാണ്. ഈ ആചാര്യൻ ഞെട്ടിപ്പോയി. കാരണം ഇതിൻ്റെ തടി കൊടുത്തിട്ട് 5,000 രൂപ കിട്ടിയുള്ളൂ, വേരിന് 45,000 രൂപയോ? അപ്പോൾ എന്നതുപോലെ ഒരു അറിയാവുന്നവൻ്റെ അടുത്തേക്ക് ഒരു ഗുണവുമില്ല തോന്നുന്ന സാധനം ചെല്ലുമ്പോൾ അതിനെ മെച്ചപ്പെടുത്തിയെടുക്കാൻ ഇന്ന് ഈ സംസാരിക്കുന്ന ഞാൻ പോലും ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത് പോലും ഇതിപ്പോൾ എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ വിജ്ഞാനം ഉണ്ടായതുകൊണ്ടൊന്നുമല്ല. ഇത്തരം സൂഫികളുടെ അടുക്കൽ വർഷാവർഷങ്ങളിൽ ഇരുന്നത് കൊണ്ടിട്ട് അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ധൈര്യത്തോടു കൂടി പറയാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ ഈ മൊബൈൽ ഫോണും എടുത്ത് പിടിച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇന്നെന്ത് പറയണം എന്നൊക്കെ ആലോചിച്ചിട്ടല്ല, അങ്ങ് പറയുകയാണ്. ബാക്കി നാളെ പറയാം ഇൻഷാ അല്ലാഹ്.